മാന്നാർ കൊലപാതക കേസിൽ പോലീസ് മേധാവി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കൊലപാതകം എന്ന് സംശയിക്കുന്ന 15 വർഷം മുമ്പ് നടന്ന തിരോധാനത്തിന്റെ ദുരൂഹതയാണ് നീങ്ങാനുള്ളത്. നടന്ന സംഭവം ആയതുകൊണ്ടും കൂടി വാർത്താ സമ്മേളനത്തിലേക്ക് റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയതായിട്ടില്ല. അപ്പം കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ആ കാലത്ത് ഇനി അങ്ങനെ ഒരു പരാതി റേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം അത് ഫർദറായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത്. അപ്പോൾ എൻക്വയറി അതിൻ്റെ സോഴ്സിൻ്റെ ഇൻഫർമേഷൻ്റെ സോഴ്സ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആ സോഴ്സിനെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ നിഗമനം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എഫ്ഐആർ ഇടുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞതുപോലെ നമുക്ക് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് പറഞ്ഞ പോലെ നമ്മൾ ഇസ്രായേലിലാണെന്നാണ് നമ്മുടെ അറിവ്. എന്താണ് ഇല്ല, ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. മാഡം, ഇതിലെ ഏറ്റവും നമ്മൾ പറയുന്നത് കുറേ കാലമായിട്ടുള്ള ഒരു അന്വേഷണം, അത് എത്രത്തോളം ഒരു വെല്ലുവിളിയായിരിക്കും ഇത് തെളിയിക്കുകയും അതുപോലെ കൃത്യമായിട്ട് കൊണ്ടുപോയി എത്തിക്കാന്നുള്ളത് എത്രത്തോളം പോലീസ് സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി? ഇത് ഈ പറയുന്ന പോലെ നമുക്ക് നോർമലി നമ്മളൊരു മർഡർ കേസിലോട്ട് എടുക്കുന്ന കുറേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ എവിഡൻസുകളുണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം 15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള കേസായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നത് നമ്മൾ അതിൻ്റെ അകത്തൊരു ഡെഫിനറ്റായിട്ട് ഒരു ചാലഞ്ച് ഉണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഈ വീട്ടിലാണ് ഈ ബോഡി കൊണ്ടുപോയിട്ട് മറവികർ സെപ്റ്റിക്കാണ്ട്. അതെ, ഈ വീട്ടിലുള്ള മറ്റംഗങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ സ്വാഭാവികമായിട്ട്? അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഈ പറഞ്ഞതുപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു, അതേപോലെ തന്നെ അന്ന് അവിടെ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് ഒരു കൺഫേംഡ് ആയിട്ട് എന്തെങ്കിലും പറയാൻ കഴിയും. അതെ, ആ സമയത്ത് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതെ അതെ, വിവരം കിട്ടിയിട്ട് കുറച്ചായി. ഇപ്പം ഞാൻ കറക്റ്റ് ഡേറ്റ് പറയുന്നില്ല, കുറച്ചായി. സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണോ അതോ അതിനകത്ത് എന്തെങ്കിലും ആ ഒരു കൃത്യമായ ഇൻഫോർമേഷൻ കിട്ടിയിരുന്നോ? കാരണം ഇത്രയും കേസ് അന്വേഷിക്കാൻ നമ്മൾ സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അതിനൊരു സ്പെഷ്യൽ ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇൻഫർമേഷൻ ഏറ്റവും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള എവിഡൻസ് പോലും ചിലപ്പോൾ ഇല്ലാണ്ടായി പോകുന്നുള്ളൂ. അപ്പം നമ്മൾ വളരെ ചെറിയൊരു ടീമിനെ വെച്ചിട്ടാണ് അമ്പലപ്പുഴയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ളത് ഇപ്പം FIR ഇട്ടതിനും മറ്റേ ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസിനും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ, അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വിശ്വസനീയമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അതായത് പാലക്കാട്ടേക്ക് പോയി എന്നൊരു കഥയായിരുന്നു. പിന്നീട് അത്തരത്തിലുള്ളൊരു ബന്ധുക്കളടക്കം പറഞ്ഞ് പാലക്കാട് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് വിളിച്ചിരുന്നത്. ഈ പാലക്കാട് പോയി നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇവരവിടെ ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വേറെ എവിടെയും ജീവിച്ചിട്ടുണ്ടോ? അതെ, നമുക്ക് കിട്ടിയ വേർഷൻസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫീൽഡിൽ എൻക്വയറി നമുക്ക് കിട്ടിയ വേർഷൻസ് എല്ലാം തന്നെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ അതൊന്നും ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊരു കേസ് നിലവിലുള്ളത് കൊണ്ടാണ്, കേസ് നിലവിലുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്ത് ചോദിച്ചത്. ഓ ശരി ശരി. അതെ, സഹോദരന്റെ ഭാര്യ പറയുന്നുണ്ട് പോയി കഴിഞ്ഞ് ആ മാസം തന്നെ പലതവണ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്തരങ്ങളൊക്കെ നിങ്ങൾ ഇൻഫർമേഷൻ ഉണ്ട്? ഇല്ല, ആ കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ല. ഇതിലിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ്. അപ്പം ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ 100% നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പരമാവധി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ മർഡറിനൊക്കെ. അതാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഇപ്പോഴത്തുള്ള അറിവിൽ വേറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് നമ്മുടെ അറിവ് പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാവാം, പേഴ്സണൽ ഇഷ്യൂസാണ് നമ്മുടെ അറിവ് പെട്ടിട്ടുള്ളത്. അതെ, അത് നമുക്ക് വലിയൊരു ആക്ച്വലി അത് വലിയൊരു പ്രൊസീജിയറാണ്, എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും.
പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ നമ്മൾ എവിഡൻസ് കളക്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിലോട്ട്. ഈ പറഞ്ഞ പോലെ 15 കൊല്ലം കഴിഞ്ഞ കേസായതുകൊണ്ടും അത് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ട്രയലിനെ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേണം എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടും വളരെ സ്പീഡിൽ ചെയ്യും വേണം. അപ്പോൾ അത് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആൾ പുറത്താണുള്ളത്, സ്വാഭാവികമായിട്ടും അതിനൊരു പ്രശ്നമുണ്ട്. അവരുടെ അറസ്റ്റ് എങ്ങനെയാണ്? അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും. നമ്മളുടെ അറിവിൽ കലാം തന്നെയാണ്. അതിനി ഫോറൻസിക് ലാബിലോട്ട് അയക്കണം. നമ്മൾ കൃത്യമായിട്ടൊരു ഫോർവേഡിംഗ് നോട്ട് നമ്മൾ തയ്യാറാക്കി അയക്കണം, എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു വാക്കാണ്. അപ്പോൾ അത് ചെയ്ത് നമ്മൾ ഫോറൻസിക് ലാബിലോട്ട് അയച്ച് അവിടെ നിന്ന് റിസൾട്ട് പല രീതിയിലുള്ള അത് നമുക്ക് ആക്ച്വലി അവിടെ ക്രിമിനൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയതിന് ശേഷം പറയാൻ പോയി കഴിയുള്ളൂ. അതാ പറഞ്ഞു, അത് എനിക്ക് ഞാനിപ്പം അത് ക്രിമിനൽ ഹിസ്റ്ററി എടുത്ത് കൃത്യമായിട്ട് അവരുടെ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോറൻസിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അത് കൃത്യമായിട്ട് അത് ബോഡി പാർട്സ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ബന്ധുക്കളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അതാ പറഞ്ഞു, അത് ഫോറൻസിക് എക്സാമിനേഷന് ശേഷം അതും ഫോറൻസിക് എക്സാമിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇത് വളരെ പ്രിലിമിനറി സ്റ്റേജിലായതുകൊണ്ട് ഇത്രയും ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് അറിയാം. പക്ഷേ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കാത്ത രീതിയിലല്ലേ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. താങ്ക് യു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മാന്നാറിൽ കലയെ കാണാതായത് 2009-2010 കാലഘട്ടത്തിലാണ്. കലയെന്ന യുവതി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. കലയെ കാണാനില്ല എന്ന പരാതിയിലാണ് അന്വേഷണം തുടങ്ങുന്നത്. നിലവിൽ 5 പേർ കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിൽ ഭർത്താവ് അനിലിന്റെ പങ്ക് സംശയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ അധികം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറായിട്ടും ഇല്ല. ഇപ്പോൾ ഷമീർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, പോലീസ് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇതിനോടകം വെളിപ്പെടുത്തിയിട്ടുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടിൽ നിന്നും, അതായത് അനിലിൻ്റെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് തുറന്ന പരിശോധനയാണ് ആദ്യം നടത്തിയത്. പോലീസ് 2 ടാങ്കുകളിലായിട്ടാണ് പരിശോധന നടത്തിയത്. ഇതിൽ രണ്ടാമത്തെ ടാങ്കിൽ നിന്നാണ് ഇത്തരത്തിൽ ചില ക്ലിപ്പുകളും, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ചില ക്ലിപ്പുകളും, വസ്ത്രത്തിൻ്റെ ചില അവശിഷ്ടങ്ങളും മറ്റ് ചില കാര്യങ്ങളും ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും ഇത്തരത്തിൽ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും ഈ കസ്റ്റഡിയിലുള്ള 4 പേർ കസ്റ്റഡിയിലുണ്ട്. ഈ 4 പേരിൽ ഒരാൾ നൽകിയ നിർണായകമായ മൊഴിയാണ് ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ അനിലിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ കലയുടെ ബന്ധുക്കൾക്കോ കാര്യങ്ങൾ ഓർമ്മയില്ല. അന്ന് കലയെ കാണാതായി 2ാമത്തെ ദിവസം ഫോണിൽ വിളിച്ചു എന്ന് പറയുന്നു. ആ ഫോൺ നമ്പർ ഇപ്പോൾ നിലവിലില്ല. ആ സർവീസ് പ്രൊവൈഡർ തന്നെ ഇപ്പോൾ കേരളത്തിലില്ല. അങ്ങനെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഡിജിറ്റൽ തെളിവുകളുടെ അഭാവമുണ്ട്. ഇത്രയും നാളുകൾ കഴിഞ്ഞുള്ള ഒരു കേസാണ്. എന്തായാലും അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച 2 കത്തുകൾ, അതിൽ ഒരു കത്തിലാണ് ഇത്തരം നിർണായകമായ വിവരങ്ങൾ, ഈ കേസുമായി കണക്റ്റ് ആവുന്ന ചില വിവരങ്ങൾ കിട്ടുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി ഇത്തരത്തിലൊരു പ്രത്യേക അന്വേഷണ ടീമിനെ രൂപീകരിക്കുകയും ചെയ്തത്. എന്നാൽ സ്ഥലത്തുള്ള ലോ ആൻഡ് ഓർഡർ DYSP ഒഴിവാക്കി മറ്റൊരു സ്ഥലത്തുള്ള DYSP ആണ് ഇത്തരത്തിൽ ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അല്പസമയം മുമ്പ് ഈ അനിലിൻ്റെ അച്ഛൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്, കല ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ, അതായത് ഇപ്പോൾ ചൈത്ര തെരേസ ജോൺ പറഞ്ഞ 2009-2010 കാലഘട്ടങ്ങളിൽ ആണ് ഇത്തരത്തിൽ ഈ കല ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ 2ാമത്തെ ദിവസം ഈ പരാതി താൻ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്നാണ് അനിലിൻ്റെ പിതാവ് തങ്കച്ചൻ അല്പസമയം മുമ്പ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1ലധികം ദിവസങ്ങളായി പോലീസ് ഇവിടെ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പുലർച്ചെ മുതൽ ഈ പോലീസ് ഈ വീട് ബന്ദോബസ്തിലാക്കിയിരിക്കുന്നു.
നൽകിയിരിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ സെപ്റ്റ് ടാങ്ക് തുറന്നുള്ള ഒരു പരിശോധന നടത്തിയത്. എന്തായാലും ഈ കേസിലെ നിർണായകമായ തെളിവുകളാകാൻ പോകുന്നത് ഫോറൻസിക് പരിശോധനയിൽ വരുന്ന ഫലങ്ങളായിരിക്കും. ഫോറൻസിക് പരിശോധനയിൽ വരാനുള്ള ഫലങ്ങൾ അനുസരിച്ചായിരിക്കും ഇത്തരത്തിൽ ഇപ്പോൾ വിദേശത്തുള്ള അനിലിനെ, ഇസ്രായേലിലുള്ള അനിലിനെ വിളിച്ചു വരുത്തുക. എന്തായാലും അനിലുമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്നാണ് തങ്കച്ചൻ അല്പസമയം മുമ്പ് അനിലിൻ്റെ പിതാവ് തങ്കച്ചൻ പറഞ്ഞത്. അനിൽ പറഞ്ഞത് ഏത് അന്വേഷണത്തെയും സഹകരിക്കും എന്നാണ് അനിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവർ തമ്മിൽ നിരന്തരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പോലീസ് ഈ വീട്ടിൻ്റെ ഈ പറയുന്ന സെപ്റ്റ് ടാങ്കും പരിസരവും ഒക്കെ തന്നെ ഇപ്പോഴും ബന്ദ് ഹൗസിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ കൊണ്ടുപോയ തെളിവുകൾ തിരുവനന്തപുരത്തുള്ള ഫോറൻസിക് ലാബിൽ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഒരു നിർണായകമായ ഒരു ഫൈൻഡിങ്സിലേക്ക്, കേസിൻ്റെ ഫൈൻഡിങ്സിലേക്ക് എത്തുക. ഇപ്പോൾ SP വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ചൈത്ര തെരേസ ജോൺ പറഞ്ഞത് ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയാത്തതെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ പക്കൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ, പോലീസിന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഫോറൻസിക് പരിശോധനയുടെ ഫലം നോക്കിയാണ് പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക. ലക്ഷ്മി. ഷമീർ, ഇതിൽ കലയുടെ ഭർത്താവ് അനിലിനെ പ്രതി ചേർത്ത് FIR തയ്യാറാക്കും എന്ന കാര്യം പോലീസ് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ? പോലീസ് പറഞ്ഞത് ഇതിൽ ഫോറൻസിക് പരിശോധനാ ഫലം ഇപ്പോൾ പ്രതിയെന്ന് സംശയിക്കുന്ന പ്രതികൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ഈ കൊലപാതകം നടന്നു എന്ന് സംശയിക്കുന്നവരെ ബന്ധപ്പെട്ട് 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഈ 4 പേർ കൊടുത്ത ചില മൊഴികളുണ്ട്. ആ മൊഴികളിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ ഇപ്പോൾ റിവീൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് SP പറഞ്ഞത്. അതുതന്നെയാണ് അവർ അല്പസമയം മുമ്പ് നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴും SP പറഞ്ഞു വെച്ചത് അത്തരത്തിലുള്ള ചില വിവരങ്ങളാണ്. ഈ കൊലപാതകത്തിൽ അനിലിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ഈ ഫോറൻസിക് പരിശോധനയുടെ ഫലം വരട്ടെ, അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ പറയാമെന്നാണ് SP പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കൊലപാതകത്തിലേക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന ചില വിവരങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന അനിലിൻ്റെ വീട്ടിൽ നടന്നത്. കഴിഞ്ഞ 4 ദിവസമായി പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ വീടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചില ശാസ്ത്രീയമായ തെളിവുകൾ ഈ കേസിൽ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും ഇതിൽ പ്രതി ചേർത്ത് അനിലിനെ FIR ഇട്ട് ഈ നാട്ടിലേക്ക് വിളിച്ചു വരുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോവുക. എന്തായാലും ഫോറൻസിക് പരിശോധനയാണ് ഈ കേസിൽ നിർണായകമായ ഒരു വിവരമായി വരാൻ പോകുന്നത്. ലക്ഷ്മി, എന്തായാലും അതിന്റെ ഫലം 2010 കാലഘട്ടത്തിലാണ് ഈ കലയെ കാണാതാകുന്നത്. ആദ്യം പോലീസ് ഈ ഒരു ഊമക്കത്ത്, ഈ ഒരു അറിയിപ്പ് കിട്ടിയപാടെ ചെയ്തത് ഇവർ ജീവനോടെ ഇരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാനായിരുന്നു എന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? കല കൊല്ലപ്പെട്ടു എന്ന കാര്യം കൃത്യമായി സ്ഥിരീകരിച്ചത് എപ്പോഴാണ്? ഈ കത്തിൽ പറയുന്ന ചില നിർണായകമായ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളാണ് അമ്പലപ്പുഴ SHO ഈ SP-യുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കത്ത് സൂക്ഷ്മമായി പരിശോധിക്കുകയും കയ്യക്ഷരമടക്കം പരിശോധിക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ 4 പേരുടെ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ അത് പറയാൻ സാധിക്കില്ല. ആ 4 പേർ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അതിലൊരാൾ നൽകിയ നിർണായകമായ മൊഴിയാണ്. അയാളുടെ കയ്യക്ഷരം ഇത്തരത്തിൽ ഇതുമായി, ഈ കേസിൽ ഈ കത്തുമായി മാച്ച് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇതൊരു കല ജീവിച്ചിരിപ്പില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ കത്തിൽ പറഞ്ഞ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനിലിൻ്റെ ഈ വീട്, ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടാണ് അനിലിൻ്റെ വീട്. ഇതിന് പുറകുവശമാണ് ഇത്തരത്തിൽ ഈ സെപ്റ്റ് ടാങ്ക് ഉള്ളത്. ആ സെപ്റ്റ് ടാങ്ക് തുറന്നു നോക്കി പരിശോധന നടത്തണമെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും കഴിഞ്ഞ പുലർച്ചയോടുകൂടി പോലീസ് ഇവിടെ എത്തുകയും ഈ സെപ്റ്റ് ടാങ്ക് തുറക്കുകയും അതിൽ നിന്ന് ചില വസ്ത്രകഷ്ണങ്ങളും അതുപോലെ തന്നെ സ്ലൈഡിൻ്റെ ചില അംശങ്ങളുമൊക്കെ പോലീസിന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റു ചില വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതൊന്നും പോലീസ് മാധ്യമങ്ങളോട് റിവീൽ ചെയ്തിട്ടില്ല. എന്തായാലും ഫോറൻസിക് പരിശോധന ഫലം വരട്ടെ, അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് നൽകാമെന്നാണ് ഇപ്പോൾ ചൈത്ര തെരേസ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി.
തീർച്ചയായും ഫോറൻസിക് ഫലം വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണത്തിൽ എത്താൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, വർഷങ്ങൾ പഴക്കമുള്ള കേസാണ്, 15 വർഷം പഴക്കമുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ പല കാര്യത്തിലും പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ട പല ഏരിയകളുമുണ്ട് ഈ കേസിനകത്ത്. അതാണ് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തന്നെ നേരത്തെ വ്യക്തമാക്കിയത്. മകനും കലയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കലയുടെ ഭർത്താവ് അനിലിൻ്റെ പിതാവ് തങ്കച്ചൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കല വീട് വിട്ടിറങ്ങിയപ്പോൾ കുഞ്ഞിനെ കൊടുക്കരുതെന്ന് പറഞ്ഞു. കലയെ കാണാതായതിൻ്റെ 2ാം ദിവസം പോലീസിന് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ രാത്രി മുതൽ പോലീസ് വീട്ടിലുണ്ട്. മകനുമായി സംസാരിച്ചെന്നും അന്വേഷണത്തോട് അയാൾ സഹകരിക്കുമെന്നും തങ്കച്ചൻ പറഞ്ഞു ന്യൂസ് മലയാളത്തോട്. ആ പ്രതികരണം കാണാം. ഞാനതിന് മാന്നാർ പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തായിരുന്നു. ഇത് എൻ്റെ 16 വർഷമായി. ഇപ്പം എനിക്ക് 69 വയസ്സോളമുണ്ട്. ഈ ഓർമ്മ എന്തൊക്കെ പറയുന്നത് നമുക്ക് പിന്നെ എനിക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. ഞാനതിന് മാന്നാർ തങ്കച്ചൻ്റെ പ്രതികരണമാണ് കണ്ടത്. മകൻ പോലീസുമായി സഹകരിക്കും എന്നാണ് ന്യൂസ് മലയാളത്തോട് അദ്ദേഹം വ്യക്തമാക്കിയത്.